അപ്പം നമ്മുടെ രണ്ടാമത്തെ ലോഡും നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ടില്ല, ലോഡെല്ലാം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള റോസ് കളക്ഷൻസ് എല്ലാം നമ്മൾ ഈ ഒരു ലോഡിലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറേ ജമന്തിയുടെ പ്ലാന്റ്സും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ജമന്തിയാണ്. നാടൻ അന്വേഷിച്ച് കിടക്കുന്നവരുണ്ടാവും, നല്ല ഹൈറ്റിനൊക്കെ ഉള്ള പ്ലാന്റ്സ്. അതിൻ്റെ യെല്ലോയും പിന്നെ ഒരു റെഡ് ഷെയ്ഡ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. വലിയ പ്ലാന്റ്സ് ആണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ്. 2 കളേഴ്സ് മാത്രമേ ഉള്ളൂ, പിന്നെ വൈറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷൻസാണ്. നാടനുണ്ട്, അതുപോലെ തന്നെ നാടൻ ബഡ്ഡിങ്ങും പിന്നെ ക്രീപ്പർ ടൈപ്പും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട്. ട്രാവലിങ്ങിൽ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളിലൊക്കെ പെട്ടുപോയി. രാവിലെ എത്തുമെന്ന് വിചാരിച്ചതാണ്, എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം അതേ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. പ്ലാൻസ് ഒന്നും ഇറക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഇന്നലത്തെ ലോഡ് നമ്മൾ കണ്ടിട്ടില്ല, അതിന് മുമ്പ് വന്ന ലോഡും കണ്ടിട്ടില്ല. എങ്ങനെയൊക്കെയാണ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊന്നും അറിയില്ല, അവർക്ക് ആർക്കും അറേഞ്ച്മെന്റ്സ് ഒന്നും അറിയില്ല. ഇറക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതൊക്കെ എങ്ങനെയായിരിക്കും എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം. നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. Turn right. അടിപൊളി. ഇത് നമ്മുടെ റോസസ് ഇരിക്കുന്നുണ്ട്, അവിടെ ഫുള്ളുണ്ട് കേട്ടോ. 2 സൈഡിലുമായിട്ട് നിരത്തി വെച്ച് വെക്കുകയാണ്. അങ്ങെല്ലാം ചക്കുയേ പാവേ ചേച്ചിയുടെ കാല് ചക്കു ചിഞ്ചിരിയേ ചിഞ്ചിരാണി. എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്. വീട്ടിലെത്തി ഫുഡും കഴിച്ചുകൊണ്ട് നേരെ കയറി കിടന്നതാണ് കേട്ടോ. പിന്നെ ഈവനിങ് ആയി, ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്നൊരു കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് കാണാനൊന്നും പറ്റിയില്ല. ഞാൻ നല്ല എന്താ പറയുക, ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കൊറിയർ അയക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ വന്നത്. നമ്മൾ രാവിലെ എത്തുമെന്ന് വിചാരിച്ചു, പക്ഷേ എത്തിയില്ല. 12 മണി കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ 12:30 ആയി. പിന്നെ ഫുഡ് കഴിച്ചു, നേരെ ചെന്നൊരൊറ്റ ഉറക്കമായിരുന്നു. പിന്നെ കണ്ണ് തുറക്കുന്നത് 6 മണിക്കാണ്. എന്നിട്ട് നേരെ ഗാർഡനിലോട്ട് ഇറങ്ങി. നമ്മുടെ പ്ലാന്റ്സൊക്കെ അറേഞ്ച്മെൻറ്റിലാക്കി, എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുള്ള് പറഞ്ഞില്ലേ, മിക്സഡ് ആയിട്ടായിരുന്നത്. അതൊക്കെ ഇനി ഓരോ വെറൈറ്റീസായിട്ട് സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും അവർക്കും ഓരോന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല നമ്മളിപ്പോൾ ചിലപ്പോൾ വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ, അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൊറിയർ അയക്കാനും കുറച്ചുകൂടി എളുപ്പം. ഓരോ വെറൈറ്റീസും ഓരോ ബെഡായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കൊറിയർ അയക്കാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പ്ലാൻസൊക്കെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡും ഞാനും കൂടെയാണ്. ഹസ്ബൻഡും ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇന്ന് നമ്മുടെ ഗാർഡനിൽ കസ്റ്റമർ വന്നപ്പോൾ ഹസ്ബൻഡായിരുന്നു ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ ഇടയ്ക്ക് ഒന്ന് വിളിച്ചെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാൻ നല്ല കട്ട് ഓഫ് ആയിരുന്നു ഞാൻ. പിന്നെ നമ്മുടെ വെറൈറ്റീസ് റോസൊക്കെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ബോണിക്ക, അതുപോലെ തന്നെ ബ്ലാക്ക്. ബോണിക്ക 82 ആണ് കേട്ടോ. ബോണിക്ക 82 നാടൻ ടൈപ്പ്, ബ്ലാക്ക്, പിന്നെ അത് ഈ ഒരു ഓറഞ്ച് മിനിയേച്ചർ ടൈപ്പ്. ഇതാണ് നമ്മുടെ ബോണിക്ക 82 റോസ്. സിംഗിൾ പെറ്റൽ പോലെ നമ്മുടെ ഹൻലിയുടെ തന്നെ വേറൊരു ടൈപ്പാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അതും വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് റെഡ് പിനാക്കിയോ ഈ ഒരു കഴിഞ്ഞ വട്ടമൊക്കെ പെട്ടെന്ന് സോൾട്ട് ഔട്ട് ആയിപ്പോയി എന്ന് പറഞ്ഞ സംഭവമല്ലേ, അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ നല്ല അടിപൊളി തൈകളാണ് കേട്ടോ നമുക്കിപ്പം ഉള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നാടൻ ബഡ്ഡിങ് ആണ്.
പിന്നെ ഞാനൊരു ഓണത്തിനൊരു കോംബോ ഇടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 റോസിൻ്റെ ഒരു കോംബോ, അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ കൊറിയറിൻ്റെ കാര്യം ഞാനിന്ന് അയക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കി, പക്ഷെ എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ക്ഷീണവും പിന്നെ ഒട്ടും ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് പിന്നെ ഉറങ്ങി എണീറ്റു. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി സ്ട്രെസ്സ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ടാണ് സ്ട്രെസ്സായിട്ട് പിന്നെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളത്തെ ദിവസവും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോൾ. കുറേ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കുറേ വെറൈറ്റീസൊക്കെ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പുകയൊക്കെ കൊടുത്തിട്ട് നിൽക്കുവാണ്. എന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ പുതിയ ഗാർഡൻ വീഡിയോസായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ, കോംബോ ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ പുതിയ കോംബോ ഓഫറിനൊക്കെ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള കോംബോ ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. ഓൺ റൂട്ടഡിൻ്റെ വരുന്നുണ്ട്, നാടൻ ബഡ്ഡിങ്ങിൻ്റെയും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് തുടർന്നും ചാനൽ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്